ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് PCOD, അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇത് വെറും 7 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടു മാറുവാൻ ഒരു ചെറിയൊരു ഒറ്റമൂലി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഒരു 7 ദിവസം കഴിച്ചാൽ മതി. ആ പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറിയിരിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. 100% നാച്ചുറൽ മെഡിസിനാണ്. പൂർണ്ണമായിട്ടും ആ അസുഖം നിങ്ങളെ വിട്ട് പോയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് ഈ PCOD, ഓക്കെ, ഇന്നത്തെ കാലത്ത് മിക്ക സ്ത്രീകൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ ക്രമരഹിതമായിട്ടുള്ള ആർത്തവമായിരിക്കും. അതേപോലെ തന്നെ ചെറിയ ചെറിയ മുഴകൾ അണ്ഡാശയത്തിൽ രൂപപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു 7 ദിവസം നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോകേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്, അതായത് ഈ ഒരു 7 ദിവസം ടോട്ടൽ നമുക്ക് ഈ ഒരു ഔഷധം കഴിക്കാറുണ്ട്. അപ്പോൾ ഈ 7 ദിവസം നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ PCOD എന്ന സംഭവം, ഈ ഒരു ഡിസീസ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് തന്നെ ഉള്ള പ്രശ്നമാണ് ക്രമരഹിതമായിട്ടുള്ള ആർത്തവം, അമിതഭാരം, വണ്ണം വെക്കുക. ഓക്കെ, ശരീരത്തിൽ വെയിറ്റ് കൂടുക. അതേപോലെ തന്നെ മുഖക്കുരു ഉണ്ടാകുക, മുഖക്കുരു ധാരാളം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ രോമവളർച്ച, മുഖത്തൊക്കെ രോമവളർച്ചയും ഉണ്ടാകും. ഓക്കെ, അതോടൊപ്പം തന്നെ അമിതമായിട്ട് മുടി പൊഴിഞ്ഞു പോവുക, മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഔഷധം 7 ദിവസമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ ആ 7 ദിവസം ഈ ഒരു ഔഷധം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് ആഹാരമാണ്. അതായത് ഈ ഒരു ആഹാരക്രമത്തിൽ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം കഴിക്കുക. അതേപോലെ തന്നെ മധുരം, വറുത്തത്, പൊരിച്ചത്, അതായത് എണ്ണ, ഓയിൽഡ് ഫുഡ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് കുറച്ച് വേണം ഫുഡ് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഡെയിലി ഒരു അരമണിക്കൂർ ഈ 7 ദിവസം നിങ്ങൾ ഒരു അരമണിക്കൂർ വ്യായാമം കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു PCOD പൂർണ്ണമായിട്ടും 7 ദിവസം കൊണ്ട് നിങ്ങളെ വിട്ടു മാറുവാൻ ഒരു ഔഷധമുണ്ട്. അപ്പോൾ ആ ഔഷധം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ഒരു 3 വെളുത്തുള്ളി. ഇതേണ്ടോ, ഇതേപോലത്തെ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഇതിൽ നിന്ന് 3 അല്ലി കണ്ടോ, 3 അല്ലി, 3 പീസ് ഇതിൽ നിന്ന് ഇണക്കിയെടുക്കുക. അതിനെ ഒന്ന് പൊളിച്ച് കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം വേണ്ടല്ലോ, ഇതാണ് കായം. ഇത്രയും കായം എടുക്കേണ്ട അളവ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കട്ടിക്കായം തന്നെ എടുക്കുക. ഉണ്ടല്ലോ, ചില ആൾക്കാരുണ്ട് ഈ പൗഡറായി കടയിൽ നിന്ന് വാങ്ങുന്നു. ഓക്കെ, അങ്ങനെ പൗഡർ കായം എടുക്കേണ്ട, ഇതേപോലുള്ള കട്ടിയായിട്ടിരിക്കുന്ന കായം തന്നെ ചോദിച്ചു വാങ്ങുക. അപ്പോൾ ഈ കായം എന്തെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സാമ്പാർ വയ്ക്കുന്നില്ലേ, നമ്മൾ രസം വയ്ക്കില്ലേ, അപ്പോൾ രസത്തിലും സാമ്പാറിലും ഇടുന്ന കായം, അതാണ് ഈ കായം. ഓക്കെ, അപ്പോൾ കായം വാങ്ങുക. അളവ് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടല്ലോ, ഈ അളവിനെടുക്കുക. കണ്ടോ, ഈ അളവിന് ഒരല്പം കായം ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ 3 അല്ലി വെളുത്തുള്ളി, ഈ അളവ് കായം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടല്ലോ, ഇതാണ് കരിപ്പെട്ടി. ഇത് ഫ്രിഡ്ജ് വെച്ചാണ് കേട്ടോ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ കരിപ്പെട്ടിയാണത്. അപ്പം ശർക്കരയല്ല, കരിപ്പെട്ടി വാങ്ങുക. അപ്പോൾ കരിപ്പെട്ടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കായത്തിൻ്റെ അതേ അളവ് കരിപ്പെട്ടി എടുക്കുക. അഥവാ ഇനി കൽക്കണ്ടമാണെന്നുണ്ടെങ്കിൽ 2 ചെറിയ പീസ് കൽക്കണ്ടം, അതായത് പനം കൽക്കണ്ട്, പഞ്ചസാര ഉരുക്കി വെച്ച കൽക്കണ്ടല്ല, പനം കൽക്കണ്ട് നോക്കുക. അല്ലെങ്കിൽ കരിപ്പെട്ടി കടയിൽ നിന്ന് വാങ്ങുക. ഓക്കെ, കേട്ടല്ലോ, ഇതാണ് കരിപ്പെട്ടി. ഇത് കടയിൽ നിങ്ങൾ വാങ്ങുക. അപ്പോൾ മനസ്സിലായല്ലോ, 3 അല്ലി വെളുത്തുള്ളി, ഞാൻ നേരത്തെ കാണിച്ച അതേ അളവിന് കായപ്പൊടിയല്ല, കായം. ഓക്കെ, അപ്പോൾ അതേ അളവ് കരിപ്പട്ടി എടുക്കുക, അല്ലെങ്കിൽ ഒരു 2 ചെറിയ പീസ് കൽക്കണ്ടം. ഓക്കെ, ഇത്രയും ഐറ്റംസിനെ ഒന്ന് ഇടിച്ച് ചതച്ച് പരുവപ്പെടുത്തി എടുക്കുക. എന്നിട്ട് ഉരുട്ടിയെടുത്തിട്ട്
രാത്രി ഉറങ്ങാൻ പോകുന്നതിനും അരമണിക്കൂർ മുൻപ് വിഴുങ്ങുക. പ്രോബ്ലം സോൾവ്. ഇങ്ങനെ 7 ദിവസം മുടങ്ങാതെ ചെയ്യുക. ജങ്ക് ഫുഡ്സ് ഒന്നും നിങ്ങൾ കഴിക്കേണ്ട, വറുത്തതും പൊരിച്ചതും കഴിക്കേണ്ട, എണ്ണ പൂർണ്ണമായിട്ടും ഈ 7 ദിവസം ഒഴിവാക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴീ പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോ വെച്ച് കാണും വരെ എല്ലാവർക്കും ബൈ.